ഹലോ, ഇന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ കുഴുവ കണ്ടു. പല നാട്ടിലൊന്നും തൊലിന്നരിയും പറയുന്നല്ലേ, വേറെ എന്തെങ്കിലും പേരുണ്ടായിരിക്കും. ഞങ്ങളെ വീട്ടിനെ കുഴുവ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുഴുവപ്പീര ഉണ്ടാക്കാമെന്ന് വെച്ചു. കുഴുവപ്പീര ഉണ്ടാക്കുന്നതിനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എനിക്കിങ്ങനെ കൈ കിട്ടുന്ന എന്താ പറയുക, എൻ്റെ കണക്കനുസരിച്ചാണ് ഞാൻ കുഴുവപ്പീര ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നത്തോലി നന്നായി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ജീരകം, പിന്നെ പൊടികളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടിയും ചേർത്ത് മിക്സി ഒന്ന് ചെറുതായിട്ട്, അങ്ങനെ വല്ലാണ്ടൊന്നും അരച്ചെടുത്തില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു. ആ തേങ്ങയുടെ ആ ഒരു കടിക്കാൻ കിട്ടണമല്ലോ, അപ്പം അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് അരച്ചില്ല, അത് അരച്ചെടുത്തു. എന്നിട്ട് സ്റ്റവിൻ്റെ മുകളിൽ ചട്ടി കത്തിക്കാണ്ട് വെച്ചിട്ട് ഈ അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ കൊഴുവയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ കുടംപുളി ഓൾറെഡി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുടംപുളിയും ഈ കൊഴുവയും കൂടി ഇട്ടിട്ട് ഇച്ചിരി നന്നായിട്ട് അതിനെ കുറേ അമർത്തി അല്ലാണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ചൂടാക്കിയിട്ട് കറി വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ്. കൊഴുവൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. പിന്നെ നമുക്ക് തേങ്ങയൊന്നും അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ പെട്ടെന്ന് വേവും കേട്ടോ സാധനം. കുറച്ച് നേരം ഒന്ന് മൂടിയൊക്കെ വെച്ചിട്ട് വേവിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മീൻകറി, അല്ലെങ്കിൽ മീൻ ഡിഷ് എന്ന് പറയാം, ഒരു ഫിഷ് ഡിഷ് അങ്ങനെയും പറയാം. അപ്പോൾ ഈ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.